സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കിയ കാരൻസ് ക്ലാവീസിനെ കുറിച്ചാണ് നിങ്ങൾ തന്ന വിവരങ്ങൾ വെച്ച് വിശദമായിട്ടൊന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇതിന്റെ പുതിയ ഡിസൈൻ, അകത്തെ സൗകര്യങ്ങൾ, എഞ്ചിൻ ഓപ്ഷൻസ്, പിന്നെ സുരക്ഷ, ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കണം. എന്താണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് എന്ന് നോക്കാം. തീർച്ചയായും നമുക്ക് കിട്ടിയ വിവരങ്ങൾ വെച്ച് നോക്കാം. ഈ ഒരു സെഗ്മെന്റിൽ ഒരു വണ്ടി നോക്കുന്ന നിങ്ങൾക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണക്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഡിസൈൻ തന്നെ അല്ലേ. കിയായുടെ ഒരു പുതിയ സ്റ്റൈലാണ്, ഒരുമയുടെ ആകർഷകമായ രൂപം എന്നൊക്കെയാണ് അവർ പറയുന്നത്. മുൻവശത്ത് ആ ഡിജിറ്റൽ ടൈഗർ ഫേസ് ഗ്രില്ല്, പുതിയ സ്റ്റാർ മാപ്പ് LED DRLs, അതൊരു നല്ല ഫ്രഷ് ലുക്ക് കൊടുക്കുന്നുണ്ട്. അതെ, ഉയർന്ന മോഡലുകളിൽ ആ DRLൽ തന്നെ ടേൺ സിഗ്നലും വരുന്നുണ്ടല്ലേ? അതെ, അതുകൊണ്ട്. പിന്നെ ഈ സ്റ്റാർ മാപ്പ് ലൈറ്റിംഗ് തീം അത് വണ്ടിയുടെ പിന്നിലും കാണാം, ടെയിൽ ലാമ്പുകളെല്ലാം. രാത്രിയിലൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ്. ശരിയാണ്. അതുപോലെ ഒരു SUV ഫീൽ കിട്ടാൻ വേണ്ടി സ്കിഡ് പ്ലേറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് താഴത്തെ ബമ്പറിൽ. വീലുകളുടെ കാര്യത്തിലോ പല സൈസുകൾ ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്. 15 ഇഞ്ച് മുതൽ തുടങ്ങുന്നുണ്ട്. പിന്നെ 16 ഇഞ്ച് സ്റ്റീൽ വീലുണ്ട്. 17 ഇഞ്ച് ഡ്യുവൽ ടോൺ അലോയ് വീലുകളും ടോപ്പ് മോഡലുകളിൽ വരുന്നുണ്ട്, HTX പ്ലസിലൊക്കെ. ഓക്കെ, മുകളിൽ ആ സൺറൂഫിന്റെ കാര്യം. HTX പ്ലസ് ടർബോ പെട്രോളിലെ വലിയ പാനോറാമിക് സൺറൂഫാണ്. അതെ, ഡ്യുവൽ പെയിൻ പനോറമിക് സൺറൂഫ്. മറ്റ് ചില മോഡലുകളിൽ സാധാരണ ഇലക്ട്രിക് സൺറൂഫുമുണ്ട്. അപ്പം ക്യാബിൻ കുറച്ചുകൂടി ഏരിയ ആയിട്ട് തോന്നും. ശരി, ഇനി അകത്തേക്ക് നോക്കിയാലോ, ഇന്റീരിയർ. അകത്ത് ഇതൊരു 3 റോ വണ്ടിയാണല്ലോ, അപ്പോൾ സ്വാഭാവികമായും സ്പേസിനാണ് പ്രാധാന്യം. ഒരു ഫാമിലിക്ക് വേണ്ടിയുള്ള ഡിസൈനാണ്. വീട്ടിലെത്തിയ പോലെ ഒരു ഫീൽ എന്നാണ് കിയ പറയുന്നത്. അതെ, കളർ സ്കീമുകളിലൊക്കെ വ്യത്യാസമുണ്ട്. ബ്ലാക്കും ബീജും പിന്നെ നേവിയും ബീജും. സീറ്റ് മെറ്റീരിയലും മോഡലിനനുസരിച്ചും മാറും. ലെതററ്റ്, ഫാബ്രിക്, അങ്ങനെ. ടെക്നോളജി സൈഡില് ആ വലിയ സ്ക്രീനാണ് ഹൈലൈറ്റ് അല്ലേ, ഏറ്റവും മുകളിലത്തെ മോഡലല്ലേ? തീർച്ചയായും. HTX പ്ലസില് ഒരു ഡ്യുവൽ പാനറാമിക് ഡിസ്പ്ലേ പാനലാണ്. മൊത്തം ഒരു 26.6 ഇഞ്ച് വരും. ഓക്കെ, അതിലെന്തൊക്കെയാണ്? അതില് 12.25 ഇഞ്ചിന്റെ ടച്ച് സ്ക്രീൻ, എൻഫോർടൈൻമെന്റ് സിസ്റ്റം, നാവിഗേഷനൊക്കെ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ 12.25 ഇഞ്ചിന്റെ ഡ്രൈവർക്കുള്ള ഡിജിറ്റൽ ക്ലസ്റ്ററും. കൊള്ളാം, നല്ല മോഡൽ ലുക്ക് കിട്ടും. താഴത്തെ മോഡലുകളിലോ? താഴെയുള്ളതില് ഒരു 8 ഇഞ്ച് ടച്ച് സ്ക്രീനാണ് സാധാരണ വരുന്നത്. മറ്റു സൗകര്യങ്ങളോ? വെന്റിലേറ്റഡ് സീറ്റ്, അങ്ങനത്തെ കാര്യങ്ങള്? ടോപ്പ് എൻഡില് HTX പ്ലസില് വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റ് ഉണ്ട്, ഡ്രൈവർക്ക് പവർ സീറ്റ് ഉണ്ട്, ബോസിന്റെ സൗണ്ട് സിസ്റ്റം, എയർ പ്യൂരിഫയർ, വയർലെസ് ചാർജർ, അങ്ങനെ കുറേയുണ്ട്. റൂഫിലെ AC വെന്റുകളും ടേബിളുമൊക്കെ? അതെ, റൂഫ് ഫ്ലഷ്ഡ് AC വെന്റുകൾ, പിന്നെ മടക്കാവുന്ന സീറ്റ് ബാക്ക് ടേബിൾ, അതൊക്കെ HTX മുതലുണ്ട്. കിയ കണക്ട് ഫീച്ചറുകളും കിട്ടും, റിമോട്ടായിട്ട് കാർ സ്റ്റാർട്ട് ചെയ്യാനും ലൊക്കേറ്റ് ചെയ്യാനുമൊക്കെ. ഓക്കെ, അപ്പോൾ ഫീച്ചേഴ്സ് ധാരാളമുണ്ട്. ഇനി വണ്ടിയുടെ എൻജിൻ ഓപ്ഷൻസിലേക്ക് വരാം. 3 എണ്ണമാണോ പ്രധാനമായിട്ടും? അതെ, 3 ഓപ്ഷൻസ് ആണ്. ഒന്ന്, കൂടുതൽ പവറും പെർഫോമൻസും വേണ്ടവർക്ക് 1.5 ലിറ്റർ ടർബോ പെട്രോൾ TGDI. അതിലെ ഗിയർ ബോക്സ്? അതില് 6 സ്പീഡ് മാനുവൽ ഉണ്ട്, 6 സ്പീഡ് IMT, അതായത് ക്ലച്ചില്ലാത്ത മാനുവൽ, പിന്നെ 7 സ്പീഡ് DCT ഓട്ടോമാറ്റിക്. ഓക്കെ, 3 ഓപ്ഷൻ അതിൽ തന്നെ. അതെ, പിന്നെ സാധാരണ 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിൻ, അതിന് പക്ഷേ 6 സ്പീഡ് മാനുവൽ മാത്രമേ ഉള്ളൂ. ശരി. മൂന്നാമത്തത് ഡീസൽ 1.5 ലിറ്റർ CRDI. ഇത് 6 സ്പീഡ് മാനുവലിലും 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക്കിലും കിട്ടും. അപ്പോൾ ശരിക്കും പറഞ്ഞാല് ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ഡ്രൈവർമാർക്കും പറ്റിയൊരു കോമ്പിനേഷൻ കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്. ശരിയാണ്. ഡീസൽ ഓട്ടോമാറ്റിക് മോഡലുകളിൽ ഡ്രൈവ് മോഡുകളുമുണ്ട്, ഈക്കോ, നോർമൽ, സ്പോർട്ട്. എല്ലാ വീലിലും ഡിസ്ക് ബ്രേക്ക് സ്റ്റാൻഡേർഡ് ആണെന്നുള്ളതും നല്ല കാര്യം. അതെ, അത് ബേസിക് മോഡൽ മുതൽ എല്ലാ വീലിലും ഡിസ്ക് ബ്രേക്ക് ആണ്. സുരക്ഷയുടെ കാര്യത്തിൽ അതൊരു പ്ലസ് ആണ്. അപ്പോ സുരക്ഷയിലേക്ക് കടക്കാം. എന്തൊക്കെയാണ് പ്രധാനമായിട്ടും? കിയ പറയുന്നത് 18 സുരക്ഷാ ഫീച്ചറുകൾ സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ടെന്നാണ്. അതിൽ പ്രധാനപ്പെട്ടത് 6 എയർ ബാഗുകൾ. 6 എയർ ബാഗ് ബേസ് മോഡൽ മുതൽ? അതെ, ഫ്രണ്ടിൽ 2, സൈഡിൽ കേർട്ടൺ എയർ ബാഗുകൾ. പിന്നെ ABS, ബ്രേക്ക് അസിസ്റ്റ്, ESC, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെന്റ്, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, അങ്ങനെ പോകുന്നു. ഓക്കെ, ഇത് സ്റ്റാൻഡേർഡ് ആണ്. പിന്നെ ഏറ്റവും വലിയ കാര്യം ഒരുപക്ഷെ ADS ആയിരിക്കും ടോപ്പ് മോഡലില്. അതെ, HTX പ്ലസ് വേരിയന്റില് അതും 7 സ്പീഡ് DCT ഓട്ടോമാറ്റിക്കിൽ മാത്രം ലെവൽ 2 ADS കിട്ടുന്നുണ്ട്. ലെവൽ 2 ADS, അതിലെ പ്രധാന ഫീച്ചറുകൾ എന്തൊക്കെയാണ്? അതെ, സ്മാർട്ട് ക്രൂയിസ് കൺട്രോൾ,
അതായത് മുന്നിലെ വണ്ടിക്കനുസരിച്ച് വേഗത അഡ്ജസ്റ്റ് ചെയ്യും, ആവശ്യമെങ്കിൽ നിർത്തുകയും ചെയ്യും. പിന്നെ ഫോർവേഡ് കൊളീഷൻ വാർണിംഗ് ആൻഡ് അവോയ്ഡൻസ്. കൂട്ടിയിടി ഒഴിവാക്കാനുള്ള സിസ്റ്റം. അതെ, അത് കാറുകൾ, കാൽനടയാത്രക്കാർ, സൈക്കിൾ, ജംഗ്ഷനിൽ തിരിയുമ്പോഴൊക്കെ വർക്ക് ചെയ്യും. ലെയിൻ കീപ്പ് അസിസ്റ്റ്, ലെയിൻ ഫോളോയിങ് അസിസ്റ്റ്, ബ്ലൈൻഡ് സ്പോട്ടിൽ വണ്ടിയുണ്ടെങ്കിൽ മുന്നറിയിപ്പ് തരുന്ന സിസ്റ്റം, റിവേഴ്സ് എടുക്കുമ്പോൾ ക്രോസ് ട്രാഫിക് കൊളിഷൻ അവോയ്ഡൻസ്, അങ്ങനെ ഒരുപാട് ഫീച്ചറുകളുണ്ട്. ഓക്കെ. 360 ക്യാമറയും ഫ്രണ്ട് പാർക്കിംഗ് സെൻസറും ഒക്കെ ഇതിന്റെ കൂടെ വരുമല്ലോ. അതെ, HTX+ൽ 360 ക്യാമറയും ഫ്രണ്ട് സെൻസറുകളുമുണ്ട്. റിയർ ക്യാമറയും സെൻസറുകളും മിക്കവാറും എല്ലാ മോഡലുകളിലും സ്റ്റാൻഡേർഡാണ്. കൊള്ളാം. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ കിയ കാരൻസ് ക്ലാവി ഡിസൈനിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്, ടെക്നോളജി കുറേയുണ്ട്, പലതരം എഞ്ചിൻ ഓപ്ഷനുകൾ, പിന്നെ സുരക്ഷയിലും പ്രത്യേകിച്ച് ഉയർന്ന മോഡലുകളിൽ ADAS ഒക്കെ ആയിട്ട് നല്ലൊരു പാക്കേജ് ആണെന്ന് തോന്നുന്നു. ശരിക്കും ഒരു ഫാമിലിക്ക് വേണ്ട സ്പേസും കംഫർട്ടും അതോടൊപ്പം മോഡേൺ ടെക്നോളജിയും പിന്നെ സുരക്ഷയും ഇതെല്ലാം ഒരുമിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കാൻ പല വേരിയന്റുകളുമുണ്ട്. ഈ പറഞ്ഞതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് ഏറ്റവും ആകർഷകമായി തോന്നിയതെന്താണ്? ചിന്തിക്കാൻ ഒരു കാര്യം തരാം. ഈ ADAS പോലുള്ള സംവിധാനങ്ങൾ കൂടുതൽ സാധാരണമാവുകയാണല്ലോ. ഇത് ഭാവിയിൽ നമ്മുടെ ഡ്രൈവിംഗ് രീതികളെ എങ്ങനെ മാറ്റിയേക്കാം? നമ്മളെ അസിസ്റ്റന്റ് സിസ്റ്റങ്ങളെ എത്രത്തോളം ആശ്രയിക്കാൻ തുടങ്ങും? അതൊരു ചോദ്യമാണ്.